ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഒരുങ്ങി ഇറങ്ങി വലിയ കമ്മലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. രമേശേൻ്റെ വല്യച്ഛൻ്റെ മകൻ ബാലൻചേട്ടൻ്റെ വീട്ടിൽ ഫംഗ്ഷനാണ് കേട്ടോ. ഹൗസ് വാമിങ്ങിന് പോയത് മുൻപ് ഒരിക്കൽ ഞാൻ കാണിച്ചിരുന്നു. ഇന്നാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയായിരുന്നു ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ലൈറ്റുകളൊക്കെ ഇട്ട് അതുപോലെ തന്നെ പൂമാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് അടിപൊളിയായിരുന്നു കാണാൻ തന്നെ വീട്. ബാലൻചേട്ടൻ്റെ ഒപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് രമേശേട്ടനെ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ വീട്ടിലെ പൂജാമുറി തന്നെയാണ് കേട്ടോ. അങ്ങനെ പൂക്കൾ കൊണ്ടൊക്കെ അങ്ങോട്ട് അലങ്കരിച്ച് അതിനുള്ളിലായിട്ട് കണ്ണൻ ഇങ്ങനെ ഓടക്കുഴൽ ഊതിക്കൊണ്ട് നിൽക്കുന്ന ആ കാഴ്ച കാണാനായിട്ട് ഒത്തിരി ഒത്തിരി രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടിൻ്റെ കാഴ്ചകൾ ആദ്യം തന്നെ ഈ ഐശ്വര്യമാർന്ന കണ്ണനെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ആ ഫ്രെയിം ഉണ്ടല്ലോ, ഫോട്ടോ ഫ്രെയിം, അതൊക്കെ ഒരു കുട്ടി വരച്ചതാണ് കേട്ടോ. ഇവിടുത്തെ ബന്ധുവായിട്ടുള്ളൊരു കുട്ടി വരച്ചതാണ് കേട്ടോ. ഇനി മുകളിലത്തെ നിലയിലേക്ക് പോയപ്പോൾ അവിടെ ഊഞ്ഞാലാടാണ് കുറച്ച് കുട്ടികളൊക്കെ കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കുട്ടിയെ നിങ്ങൾക്കറിയാലോ, ബാലൻചേട്ടൻ്റെ മകൻ സോനു ആണ് കേട്ടോ. സോനു അന്ന് അച്ഛനമ്മമാരെ പാദപൂജ ചെയ്യുന്നതൊക്കെ ഞാൻ കൊടുത്തിരുന്നല്ലോ. ഇതാ സോനുവിൻ്റെ ഭാര്യയാണ് കേട്ടോ. സാരിയൊക്കെ എടുത്ത് പൂവൊക്കെ വെച്ച് നിൽക്കുന്നത്. കൂടെ നമ്മുടെ മിനിയുമുണ്ട് കേട്ടോ. അങ്ങനെ ഈ ബാലൻചേട്ടൻ്റെ വൈഫ് അംബികേച്ചിയാണ് ആ മെറൂൺ സാരിയൊക്കെ കൊടുത്തത് കേട്ടോ. ഇത് സിനിയാണ് കേട്ടോ. അപ്പോൾ സിനിയുടെ മകള് വരച്ച ആ ഒരു ചിത്രമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ. BArcന് പഠിക്കുന്ന സിനിയുടെ രണ്ടാമത്തെ മകളാണ് കേട്ടോ അത് വരച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അതുപോലെ തന്നെ റൂമൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഓഫീസ് റൂമാണ്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കാണാനാണ്. അങ്ങനെ ഞാനിങ്ങനെ ഓടി നടന്ന് വീട് മുഴുവൻ ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അന്നാണെങ്കിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പണികളും അങ്ങനെ കഴിഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഷീജയാണ് കേട്ടോ ഇങ്ങനെ മെറൂൺ ചുരിദാർ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബന്ധുക്കളാണ് കേട്ടോ. അപ്പോൾ ചുരുക്കം പിന്നെ നമ്മുടെ നാട്ടുകാരും ഉണ്ടായിരിക്കുമല്ലോ, അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ. അപ്പോൾ എല്ലാവരും ബന്ധുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എല്ലാവരോടും സംസാരിച്ച് നടക്കായിരുന്നു. അതുപോലെ തന്നെ ഫംഗ്ഷനൊക്കെ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടറായിട്ട് മോമോസും മറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മോമോസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ചിഞ്ചുവിനെ ഓർമ്മ വരും. ചിഞ്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. ചിഞ്ചു സ്വന്തമായിട്ട് ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ മോമോസൊക്കെ. പിന്നെ ഇവർ മുംബൈ സെറ്റിൽഡ് ഫാമിലി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒത്തിരി പേര് ഹിന്ദിക്കാർ, അവരുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷന് ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം മലയാളവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംസാരങ്ങളൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇവിടെ വെറൈറ്റി ടീകൾ വെച്ചിരുന്നു കേട്ടോ. ലെമൺ ടീ, അതുപോലെ പലതരം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിരിക്കുന്ന ആ ഒരു കപ്പുകളും അതുപോലെ തന്നെ ആ ജാറുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അതുപോലെ എല്ലാത്തരം ഫുഡുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ഉണ്ട്, നോണാണെങ്കിൽ നോൺ ഉണ്ട്, പലതരം ജ്യൂസുകൾ, പലതരം ചായകൾ, പല കോഫികൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കാനെടുത്തേക്കായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഭാബിയാണ് കേട്ടോ. അപ്പുറത്തിരിക്കുന്നത് ഷായി ചേട്ടനുമാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അവിടെ വാട്ടർ ഡ്രംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടല്ലോ, മുൻപ് എൻ്റെ കോളേജിൽ പഠിച്ചിരുന്ന സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റുഡൻ്റാണ് പറഞ്ഞത് കേട്ടോ. വാട്ടർ ഡ്രംസ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത് അഗസ്റ്റിൻ പുത്തൻവേലിക്കരയിലുള്ള കുട്ടിയാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഡ്രംസ് അങ്ങോട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിക്കും കേട്ടോ. ഒന്നാമത്തെ ഇങ്ങനെ ലൈറ്റും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വെള്ളവും തെറിക്കുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് കാണാനാണ് കേട്ടോ. ഇവിടെ കൂടിയിരിക്കുന്നവർ മിക്കവരും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ വാട്ടർ ഡ്രംസ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്ക പരിപാടികൾക്ക് പോകുമ്പോഴും ഗാനമേള അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കണ്ടിരുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ നല്ല നല്ല മ്യൂസിക്കുകളും വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ നിന്നും കഴിഞ്ഞ് ഡാൻസൊക്കെ കളിക്കാൻ തോന്നിയിട്ട് ആർക്ക് കേട്ടാലും തുള്ളാനൊക്കെ തോന്നും കേട്ടോ. അത്ര രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോയിൽ ഇതിൻ്റെ സൗണ്ട് എങ്ങാനും കൊടുത്താൽ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടിച്ചും കഴിഞ്ഞിട്ട് അതൊന്നും കൊടുത്തില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് ഫുഡ് കഴിക്കുന്നു, കുറേ പേര് ഡാൻസ് കളിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു ഫങ്ഷൻ.
ഞാനാണെങ്കിൽ കുറച്ച് ബിരിയാണി റൈസ്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സലാഡുകൾ, അതൊക്കെ ഇങ്ങനെ രുചിച്ച് നോക്കി നടക്കായിരുന്നു കേട്ടോ. അതിനൊക്കെ ശേഷം എന്താ ഒരു ടീ കുടിക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ജിഞ്ചർ കോഫി എന്ന് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ജിഞ്ചർ കോഫിയാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. അതങ്ങോട്ട് കുടിക്കുമ്പോൾ എന്താ പറയുക, ഇഞ്ചി മിഠായിയുടെ അതേ രസമാണ് കേട്ടോ തോന്നിയിരുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മഞ്ഞും കുളിരൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു നല്ല സുഖമുണ്ട് കേട്ടോ ഇത് കുടിക്കുമ്പോൾ. അപ്പോൾ അനിയൻ ഷിജു ആണെങ്കിൽ ഇതേ ബ്ലൂ കളറ് ടീ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ, ഷുഗർ ഇല്ലാതെയാണ് അവർ തരാം. അപ്പോൾ ഞാൻ കുടിച്ചിരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കട്ട ഷുഗറിലിട്ട് നോക്കിയപ്പോഴും അതിനത്ര മധുരം പോരാ, അങ്ങനെ 2 പീസ് ഇട്ടപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഇവിടെ ഇരുന്ന് കഴിക്കാം, അതുകൂടാതെ ഓപ്പൺ എയറിലും ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞത് ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഇവർ പറയുന്നുണ്ട്, ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും കുടിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇത് കോഫിയാണ് കേട്ടോ, ഊതി ഊതി കുടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ബ്ലൂവായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വിരിയാമൊട്ടൊക്കെ ഇങ്ങനെ മരത്തിങ്ങനെ വിരിയുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പാട്ടും മാട്ടവും മേളവും കാര്യങ്ങളും, അതുകൂടാതെ നമ്മൾ കാണുന്നവരൊക്കെ ബന്ധുക്കളും എല്ലാവരോടും സംസാരിച്ചും ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് സമയം പോകുന്നത് അറിഞ്ഞില്ല കേട്ടോ. വൈകിട്ട് 5 മണി തുടങ്ങിയിട്ടായിരുന്നു ഫങ്ഷൻ വെച്ചിരുന്നത് കേട്ടോ. കണ്ടോ, പിള്ളേരുകളൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി നടക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, എല്ലാവരും കൂടി ഒത്തുകൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് അല്ലേ. നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുക തന്നെ വേണം കേട്ടോ. അതിനിടയിലും എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളൊക്കെ തേടി പിടിച്ച് ചിലരൊക്കെ ഇങ്ങനെ വിഷമിച്ച് നടക്കും. അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. എൻജോയ് ചെയ്യാനായിട്ട് കിട്ടുന്ന ആ സമയങ്ങളൊക്കെ നമ്മൾ ഫുൾ എൻജോയ് ചെയ്യുക തന്നെ വേണം. നമുക്കും ജീവിതത്തിൽ പല വിഷമങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് സന്തോഷമുള്ള സമയത്ത് അതോർത്തും കഴിഞ്ഞ് നമ്മൾ വിഷമിക്കരുത്. അത് നമ്മുടെ ലൈഫിൽ വീണ്ടും നെഗറ്റിവിറ്റി കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം നമുക്ക് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് തന്നെ ആഘോഷിക്കാം കേട്ടോ. അങ്ങനെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ സ്റ്റാർ ഇങ്ങനെ മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒത്തിരി വെള്ളപ്പൂക്കളുണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റാറിൻ്റെ വെളിച്ചത്തിൽ അതിങ്ങനെ കാണുകയും പിന്നെ മങ്ങയൊക്കെ കാണുന്ന കാഴ്ച നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളപ്പൂക്കൾ വിരിയ ഒന്നാമത്തെ രാത്രിയിലാണ്, അപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുട്ടത്തായാലും അതിങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.